രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ നാരായണീയത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ ദശകമാണ്, 8ാമത്തെ ശ്ലോകമാണ്, 28ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾ നിശ്ചയമായിട്ടും പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീത നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണേ. അത് നമ്മുടെ വിലമതിക്കാനാകാത്ത ഒരു മുത്താണ് അഷ്ടാവക്ര ഗീത. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, അതുകൂടാതെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതൊക്കെ കാണുക. എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിനകത്ത് എന്നെ വിളിച്ചാൽ മതി. അതുപോലെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനും നമുക്ക് ജീവിതത്തിൽ പറ്റാവുന്ന പല അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ 2 വീഡിയോകളും നിങ്ങളെ നിശ്ചയമായും സഹായിക്കുന്നതാണ്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അപ്പോൾ ഹിന്ദുക്കൾ അറിയേണ്ടവ നിങ്ങൾ കേട്ടാൽ പലരുടെയും പല പല ചോദ്യങ്ങൾക്കും മുമ്പിൽ നിങ്ങൾക്ക് തല നിവർത്തി പിടിച്ചു നിന്ന് മറുപടി പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം
ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനി വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നാരായണീയം തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ദക്ഷാജിതിൻ, നിങ്ങൾക്ക് സുപരിചിതയാണ് ഇപ്പോൾ ദക്ഷാജിതിൻ. ദക്ഷാജിതിൻ എന്ന കൊച്ചു മിടുക്കി ഇത് പാടിത്തരുന്നത് കേട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നതായിരിക്കും. പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദചന്ദ്രോ മാഞ്ചോ ഗളിതബഹു ഹർഷാശ്രുനിവഹോ യദാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. അപ്പോൾ നമ്മുടെ ദക്ഷാജിതിൻ ഇത് പാടിത്തന്നത് കേട്ടല്ലോ. ഞാൻ നിങ്ങൾക്കിത് വായിച്ചു തരാം. പ്രഭുതാദി വ്യാധി പ്രസഭ ചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ. ഇനി ഇതിൻ്റെ അർത്ഥം എഴുതാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇട്ടിട്ടുണ്ട്. അത് പുതിയ സബ്സ്ക്രൈബേഴ്സ് കണ്ടിരിക്കണേ. ആവശ്യമുള്ളവർക്ക് ലിങ്ക് തരുന്നതാണ്. ശ്രദ്ധിച്ചേട്ടെ, അർത്ഥം എഴുതിക്കോ. പ്രഭൂതം സമവിട്ടിട്ട് ഉണ്ടായിട്ടുള്ള ആദിവ്യാധി ശരീര മനക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന രോഗം, മനസ്സിനുണ്ടാകുന്ന വിഷമം. അതാണ് ആദിവ്യാധി എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾക്കുണ്ടാകുന്ന രോഗം, മനസ്സിനുണ്ടാകുന്ന വിഷമം. അടുത്തത് അല്ലേ, അപ്പൊ പ്രഭൂതാദി വ്യാധി അങ്ങനെ ഒന്നിച്ചെഴുതായിനെ. പ്രഭൂതാദി വ്യാധി പിരിച്ചെടുത്ത് പ്രഭൂത അധികം ആദി അധികം വ്യാധി. അതായത് ശരീര മനക്ലേശങ്ങൾ ഉണ്ടായിട്ടുള്ള, ശരീരത്തിന് രോഗവും മനസ്സിന് ദുഃഖവും ഉണ്ടായിട്ടുള്ള പ്രഭസ്സചലിതേ. പ്രഭസ്സചലിതേ അർത്ഥം എഴുത് വല്ലാതെ ഇളകിയിരിക്കുന്ന, വല്ലാതെ ഇളകിയിരിക്കുന്ന. മാമകഹൃതി. മാമകഹൃതി അർത്ഥം എഴുത് എൻ്റെ ഹൃദയത്തിൽ. ത്വദീയം. ത്വദീയം അർത്ഥം എഴുത് അങ്ങയുടെ. പരമരസചിദ്രൂപമുദിയാൽ. പരമരസചിദ്രൂപമുദിയാൽ അർത്ഥം എഴുത് പരമ അധികം, രസ അധികം, ചിത് രൂപം അധികം, ഉദിയാൽ. പരമ അധികം, രസ അധികം, ചിത്രൂപം അധികം, ഉദിയാൽ. ഇനി എഴുത് ചിത്രൂപം സമം ചിത്തമാകുന്ന രൂപം. മനസ്സിലുണ്ടാകുന്ന രൂപം, ചിത്തമാകുന്ന രൂപം. ചിത്തം മനസ്സ്. അടുത്തത് ഉദിയ. ഉദിക്കണം, കോമ തെളിയണം. രണ്ടർത്ഥം. ഉദിക്കണം, കോമ തെളിയണം. ഇനി വീണ്ടും പരമാനന്ദ. ഇതിൻ്റെ മൊത്തം അർത്ഥം ഇതാണ്. എന്നിട്ട് സമം ഇട്ടിട്ട് വീണ്ടും എഴുത്. പരമാനന്ദ രസവും ചിത്തവുമാകുന്ന രൂപം തെളിയണം. പരമാനന്ദ രസവും ചിത്തവുമാകുന്ന രൂപം തെളിയണം.
അതായത് വാക്കിതാണ് പരമരസ ചിദ്രൂപമുദിയ. അത് നമ്മൾ പിരിച്ചെഴുതി വെച്ചു. പരമ അധികം രസ, പരമരസ അതിയായ ആനന്ദം, ചിത് രൂപം മനസ്സിന്റെ രൂപം, ഉദിയത് ഉണ്ടാകണം അല്ലെങ്കിൽ ഉദിക്കാനായി തെളിയണം. എന്നിട്ട് സമം ഇട്ടിട്ട് അതിന്റെ മുഴുവൻ അർത്ഥവും എഴുതുന്നു. ഇനി ഉദഞ്ച, ഉദഞ്ച ഉണ്ടായ, ഉണ്ടായ, ഉദഞ്ച ദ്രോമാഞ്ചോ, ശരിക്കും പറഞ്ഞാൽ ഉദഞ്ച അധികം രോമാഞ്ച. അപ്പൊ ചേർത്തെഴുതുമ്പം ഉദഞ്ച ദ്രോമാഞ്ചോ, അർത്ഥം ഉണ്ടായ രോമാഞ്ചം കൊണ്ടും അല്ലെങ്കിൽ രോമാഞ്ചം ഉണ്ടായത് കൊണ്ടും. നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാകുന്ന ആ ഭാഷയാണ്, രോമാഞ്ചം ഉണ്ടായത് കൊണ്ടും. ഗളിതം, ഗളിതം സമമിട്ടിട്ട് എഴുത് ഒഴുകുന്ന, ഗളിതം ഒഴുകുന്ന. ഹർഷം, ഹർഷം സന്തോഷം, ഹർഷം സന്തോഷം. അശ്രു, അശ്രു കണ്ണീർ, കണ്ണീർ. നിവഹോ, നിവഹോ പ്രവഹിക്കുന്നു, ഒഴുകുന്നു, പ്രവഹിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് സന്തോഷാശ്രു പ്രവാഹം കൊണ്ടും, മനസ്സിലായില്ലേ? സന്തോഷാശ്രു പ്രവാഹം കൊണ്ടും എന്ന് ചേർത്ത് വായിച്ചാൽ അർത്ഥം കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ആനന്ദ കണ്ണീർ കൊണ്ട്, ആനന്ദ കണ്ണീർ കൊണ്ട്. അതായത് ഹർഷം സന്തോഷം, അശ്രു കണ്ണീർ, നിവഹോ പ്രവഹിക്കുന്നു. അപ്പൊ ഹർഷാശ്രു നിവഹോ എന്നെഴുതി വെച്ചിട്ട് ഹർഷാശ്രു നിവഹോ ആനന്ദ കണ്ണീർ കൊണ്ടും. ഇനി അവസാനത്തെ വരി യഥാ ഇപ്രകാരം, യഥാ ഇപ്രകാരം. വിസ്മര്യാസം, വിസ്മര്യാസം മറക്കേണമേ, വിസ്മര്യാസം മറക്കേണമേ. ദുരുപശമ, ദുരുപശമ, അർത്ഥം അടക്കാനാകാത്ത, അടക്കാനാകാത്ത. പീഠാപരിഭവാൻ, പീഠാപരിഭവാൻ, അർത്ഥം രോഗപീഠകൾ, രോഗപീഠകൾ. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തന്നിട്ട് ഓരോ വരിയും എടുത്ത് നമുക്ക് പഠിക്കാം. എന്താ മൊത്തത്തിലുള്ള അർത്ഥം? വളരെയേറെ മനോദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വല്ലാതെ ഇളകിയിരിക്കുന്ന എൻ്റെ മനസ്സിൽ സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ വിഗ്രഹം തെളിഞ്ഞു വിളങ്ങണമേ. മനസ്സിലായില്ലേ? വളരെയേറെ മനോദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വല്ലാതെ വലഞ്ഞിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന എൻ്റെ മനസ്സിൽ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യ വിഗ്രഹം തെളിഞ്ഞു വിളങ്ങണമേ. അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം തെളിഞ്ഞു വിളങ്ങുമ്പോൾ ഉണ്ടാകുന്ന രോമാഞ്ചം കൊണ്ടും അതിനെ തുടർന്നുണ്ടാകുന്ന ആനന്ദ കണ്ണീര്, ആ ആനന്ദ കണ്ണീര് ഒഴുക്കിക്കൊണ്ടും, ധാരധാരയായി ആനന്ദ കണ്ണീര് ഒഴുക്കിക്കൊണ്ടും എൻ്റെ രോഗപീഠകളെ ഞാൻ മറന്നു പോകണമേ ഭഗവാനേ ശ്രീകൃഷ്ണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇതാണ്. ശരീരം രോഗപീഠ കൊണ്ട് വലയുന്നു, മനസ്സാകട്ടെ രോഗം വരുമ്പോഴുണ്ടാകുന്ന ദുഃഖം കൊണ്ടും വലയുന്നു. അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂർ ശ്രീലകത്ത് വിലസുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ദിവ്യമായ ആ സച്ചിദാനന്ദ രൂപം അങ്ങനെ വിളങ്ങണേ. അത് വിളങ്ങുമ്പോൾ ഭക്തിയുടെ ഉന്മാദത്തിൽ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുകയും ആ രോമാഞ്ചത്തെ തുടർന്ന് ഭക്തിയുടെ ഉന്മാദത്തിൽ ആനന്ദ കണ്ണുനീര് പ്രവഹിക്കുകയും ചെയ്യും. ഭഗവാനേ, ആ രോമാഞ്ചത്തിലും ആ ആനന്ദ കണ്ണീരിലും കൃഷ്ണ 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 ഗുരുവായൂരപ്പ
എൻ്റെ രോഗങ്ങൾ ഇല്ലാതായി, എൻ്റെ രോഗപീഠകൾ ഇല്ലാതായി, എനിക്ക് ആശ്വാസം നൽകണേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രാധയുടെ സബ്സ്ക്രൈബേഴ്സും നാരായണീയം വായിക്കുന്ന കൃഷ്ണഭക്തരും നിങ്ങളും പറഞ്ഞുകൊള്ളൂ, കൂടെ പറഞ്ഞുകൊള്ളൂ, കൃഷ്ണ, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, ശരീരം രോഗങ്ങൾ കൊണ്ട് വലയുന്നു ഭഗവാനേ, മനസ്സിൽ പലവിധ ക്ലേശങ്ങൾ ഭഗവാനേ, ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീലകം വിലസുന്ന കണ്ണാ, ആ രൂപം മനസ്സിൽ ഉറപ്പിച്ച് രോമാഞ്ചമുണ്ടായി ആനന്ദ കണ്ണീര് തന്ന് ഗുരുവായൂരപ്പ കൃഷ്ണ കണ്ണാ കാർമുകിൽ ഒളിവർണ്ണ, ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാനേ. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. എന്താണ് ഒന്നാമത്തെ വരി? പ്രഭൂതാദി വ്യാധി പ്രസഭ ചലിരേ മാമക ഹൃദി. പ്രഭൂതം ഉണ്ടായിട്ടുള്ള ആദിവ്യാധി, ശരീരത്തിനുണ്ടാകുന്ന രോഗവും മനസ്സിനുണ്ടാകുന്ന ദുഃഖങ്ങളും, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസഭ ചലിരേ, വല്ലാതെ ഇളകിയിരിക്കുന്നു, മാമക ഹൃദി, എൻ്റെ ഹൃദയത്തിൽ. അതായത് ഇവിടെ കവി പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെയേറെ മനോദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും എൻ്റെ കൃഷ്ണ, എൻ്റെ മനസ്സാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അതായത് ഭട്ടതിരിപ്പാടിൻ്റെ രോഗപീഠ മൂർച്ഛിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് രോഗമുണ്ടായാൽ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും. നമുക്ക് എപ്പോഴാണോ രോഗം വരുന്ന അവസരത്തിൽ നമ്മുടെ മനസമാധാനം അവിടെ വെച്ച് നഷ്ടപ്പെടും. ഒരു സാധാരണ പനി വന്നാൽ മതി, ഒരു ചെറിയ ജലദോഷം വന്നാൽ മതി, നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ വാതരോഗം പോലുള്ളൊരു വലിയ രോഗം വന്നു കഴിഞ്ഞാലുള്ള കാര്യം പറയണോ? അപ്പൊ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനേ, ശരീരം രോഗപീഠ കൊണ്ട് വലയുന്നു ഭഗവാനെ, ശരീരത്തിനൊക്കെ എന്തൊരു വേദനയാണ് ഭഗവാനെ, കൈകാലുകളൊക്കെ കോച്ചു വലിക്കുകയാണല്ലോ കൃഷ്ണ, എൻ്റെ കണ്ണ, എൻ്റെ ഗുരുവായൂരപ്പ. പിന്നെ മനസ്സാകെ തകർന്നു പോയി ഭഗവാനെ, രോഗങ്ങൾ വന്നതോടുകൂടി അടിയൻ്റെ മനസ്സ് തളർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു ഭഗവാനെ, എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആദിയും വ്യാധിയും മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന രോഗവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ സാധാരണമാണ്. എല്ലാവരെയും ഇത് ബാധിക്കും. ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. അങ്ങനെ ആദിയും വ്യാധിയും ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, മനസ്സിന് ദുഃഖമുണ്ടാകുമ്പോൾ നമ്മുടെ മനഃശാന്തി എന്ത് ചെയ്യും? നശിക്കും. നമുക്ക് ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല. നമുക്ക് കഠിനമായ രോഗം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അയ്യോ ഭഗവാനേ, എനിക്ക് മരിച്ചാൽ മതിയേ. സത്യത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ മതിയേ എന്ന് പറയുന്നത് എപ്പോഴാണ്? രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും മനോദുഃഖം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴുമാണ് പറയുന്നത്. എനിക്കിനി ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് തോന്നും. ഇവിടെ തനിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഭഗവാനെ, ഈ വാതരോഗം വന്നിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം പോലും എന്താണ്? ഇല്ലാതായി. പക്ഷേ അതിനുള്ള പ്രതിവിധി കവിക്കറിയാം. മനസ്സിലായില്ലേ? അതിനുള്ള പ്രതിവിധി, അതായത് കവിക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള സകല ജനങ്ങൾക്കും രോഗങ്ങൾ വരികയും മനസ്സിന് ദുഃഖമുണ്ടാവുകയും ചെയ്താൽ
അതിലൊരു പ്രതിവിധിയുണ്ട്. ആ പ്രതിവിധി കവിക്കറിയാം. അത് കവി തൻ്റെ കാര്യം ഭഗവാനോട് പറയുന്ന മട്ടിൽ നമുക്ക് മുഴുവൻ ഉപദേശിച്ചു തരികയാണ്. കവി നമുക്ക് മൊത്തം ഉപദേശിച്ചു തരികയാണ്. ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം. അതുകൊണ്ടാണ് ഏറ്റവും നല്ല പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും നല്ല പ്രാർത്ഥന, ഭഗവാനേ എനിക്ക് ധനം വേണ്ട, എനിക്ക് മണിമാളിക വേണ്ട, എനിക്കൊന്നും വേണ്ട ഭഗവാനേ, എനിക്ക് രോഗങ്ങൾ തരരുതേ, എനിക്ക് രോഗങ്ങൾ തരരുതേ ഭഗവാനേ, എനിക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തരണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കോടീശ്വരനാണ്, കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷേ മാരക രോഗം നിങ്ങളെ ബാധിച്ചു പോയാൽ ഈ ധനം കൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പം രണ്ട് കൈയും കൂപ്പി ഭഗവാനോട് പറയൂ, ഭഗവാനേ എനിക്ക് ഒരേ ഒരു ധനം ആരോഗ്യമാണ് ഭഗവാനേ, എനിക്കൊന്നും വേണ്ട ഭഗവാനേ, രോഗം തരരുതേ, രോഗം തരരുതേ ഭഗവാനേ, എനിക്കൊരു കാരണവശാലും രോഗം തരരുതേ, എനിക്ക് ധനവും വേണ്ട, ഐശ്വര്യങ്ങളും വേണ്ട, ഒന്നും വേണ്ട ഭഗവാനേ, എനിക്ക് രോഗങ്ങൾ തരരുതേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, മാരക രോഗങ്ങൾ വന്ന് വലയുന്നവർക്ക് റോഡിലിരുന്ന് ഭിക്ഷ എടുക്കുന്ന ഒരു പിച്ചക്കാരനെ കണ്ടാലും അസൂയയാണ്. ഒരു കണക്കിന് പിച്ച എടുത്താലും അവൻ എന്തൊരു ഭാഗ്യവാൻ, അവൻ ഇനിയും ഈ ഭൂമി കാണാമല്ലോ, നമ്മുടെ കാര്യമോ എന്നാണ് ചിന്ത. അതുകൊണ്ട് പ്രാർത്ഥിക്കൂ, നമുക്കൊന്നിച്ചൊന്നായി പ്രാർത്ഥിക്കാം. കൃഷ്ണ കൃഷ്ണ, ഞങ്ങൾക്ക് ആർക്കും രോഗങ്ങൾ തരല്ലേ. ഗുരുവായൂർ ശ്രീലകം വാഴുന്ന കണ്ണ, ഗുരുവായൂർ ശ്രീലകം വാഴുന്ന കണ്ണ, എനിക്കും ഈ നാരായണീയം കേൾക്കുന്ന രാധേ രാധേ ചാനലിലെ ഓരോരുത്തർക്കും ഭഗവാനെ രോഗങ്ങൾ നൽകല്ലേ, രോഗങ്ങൾ നൽകല്ലേ. കൃഷ്ണ, ഞങ്ങളെ രോഗങ്ങൾ കൊണ്ട് വലയ്ക്കല്ലേ പൊന്ന് തമ്പുരാനേ. ഇനി നമുക്ക് രണ്ടാമത്തെ വരി പരിശോധിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? തുദീയം തദ്രൂപം പരമരസ ചിദ്രൂപം ഉദിയാത്. തുദീയം അങ്ങയുടെ പരമരസം പരമാനന്ദം, ചിത്രൂപം ചിത്തമാകുന്ന രൂപം, ഉദിക്കണം. ഇവിടെ പറയുകയാണ്, ഭഗവാനെ ശ്രീകൃഷ്ണ, ആദിവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സിൽ സച്ചിദാനന്ദ സ്വരൂപമായ ലോകത്തുള്ള സകലതിനെയും മോഹിപ്പിക്കുന്ന അതിസുന്ദരമായ കാർമേഘവർണ്ണ രാധാകൃഷ്ണ, അങ്ങയുടെ ദിവ്യ വിഗ്രഹം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരേണമേ. അതാണ് പ്രാർത്ഥന. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുന്ദര രൂപം ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞു വന്നാൽ പിന്നെ നമ്മുടെ ശരീരത്ത് രോഗത്തിനിരിക്കാൻ പറ്റില്ല. രോഗങ്ങൾക്ക് ശരീരത്താണല്ലോ ഇരിക്കുന്നത്, പക്ഷേ ഇതിനകത്ത് ഭഗവാൻ ഇരുന്നാൽ ഭഗവാൻ വസിക്കുന്നതിൻ്റെ 7 അയലത്ത് വരാൻ രോഗങ്ങൾക്ക് സാധ്യമല്ല എന്നറിയുക. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് ബുദ്ധിപൂർവം പറയുന്നത്, ഭഗവാനേ അങ്ങയുടെ സുന്ദര രൂപം എൻ്റെ ഹൃദയത്തിൽ വിളയാടണേ. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം ഹൃദയത്തിൽ വന്നാൽ രോഗം അവിടുന്ന് എഴുന്നേറ്റോടിക്കൊള്ളും. കാരണം ഭഗവാന്റെ പ്രഭയില് രോഗത്തിനിരിക്കാൻ പറ്റില്ല. ഭഗവാന്റെ പരമാനന്ദമയവും ജ്ഞാനമയവും ചിദാനന്ദ രൂപവുമായ ആ രൂപം മനസ്സിൽ ഉദിക്കുമാറാകണേ എന്ന് ഭഗവാനോട് ഭട്ടതിരിപ്പാട് യാചിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് 2-ാം ദശകത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് കവി വരച്ചു കാട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഇന്നു മുതൽ നമ്മൾ ഒരു ചെറിയ അസുഖത്തിൻ്റെ ലക്ഷണം വന്നാൽ മതി, അപ്പോഴേ പ്രാർത്ഥിക്കണം, ഭഗവാനെ
ഭഗവാനെ ശ്രീകൃഷ്ണ അവിടുത്തെ രൂപം ഞങ്ങളുടെ ഹൃദയത്തിൽ വരണേ. ഇത് രോഗങ്ങൾ വരുമ്പോഴല്ല, രോഗങ്ങൾ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം, അങ്ങനെ ഉറപ്പിക്കണം. ഇനിയിപ്പോൾ അത് വിട്ടുപോയെന്നിരിക്കട്ടെ, രോഗത്തിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ ഉടൻ പ്രാർത്ഥിക്കണം, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ അവിടുത്തെ രൂപം എൻ്റെ മനസ്സിൽ തെളിയണേ തെളിയണേ തെളിയണേ. അങ്ങനെ തെളിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ അത്ഭുതം സംഭവിച്ചിട്ടുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ അമ്മയ്ക്ക് വന്ന മാരക രോഗം അത് നിഷ്പ്രയാസം സാക്ഷാൽ ഗുരുവായൂരപ്പൻ മാറ്റിയതിന് ഞാൻ സാക്ഷിയാണ്. ഗുരുവായൂരപ്പൻ മാറ്റിയതിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു രോഗത്തിൻ്റെ ലക്ഷണം തോന്നിയാൽ ധ്യാനിക്കൂ ഗുരുവായൂരപ്പ ഞങ്ങളുടെ മനസ്സിൽ വരണേ. അത്ഭുതങ്ങൾക്ക് കാതോർക്കൂ. രാധേ രാധേ ഭക്തരെ, അത്ഭുതങ്ങൾക്ക് കാതോർത്തുകൊള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. എന്താണ്? ഉദഞ്ച ദ്രോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്രുനിവഹോ. ഉദഞ്ചമുണ്ടായ രോമാഞ്ചം, അവിടെ ദ്രോമം എന്നുള്ളത് ചേർത്തെഴുതുമ്പോഴാണ് രോമാഞ്ചം. ഗളിതം ഒഴുകുകയാണ്, ഹർഷം സന്തോഷം, അശ്രു കണ്ണീര്, നിവഹോ പ്രവഹിക്കുന്നു. അപ്പം മൂന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ, അതായത് ഭഗവാന്റെ ദിവ്യ രൂപം മനസ്സിലങ്ങോട്ട് തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ അങ്ങനെ എഴുന്ന് നിൽക്കും. എന്നിട്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പും. അത് സാധാരണ കണ്ണീരല്ല, അത് ആനന്ദ കണ്ണീരാണ്. ഭഗവാന്റെ തേജോമയമായ രൂപം ഹൃദയത്തിൽ അങ്ങോട്ട് തെളിഞ്ഞു കഴിയുമ്പോൾ സന്തോഷം സഹിക്കാൻ പറ്റില്ല, വീർപ്പുമുട്ടും നമ്മൾ. ആ സമയത്താണ് സന്തോഷവും എല്ലാം കൊണ്ട് കണ്ണുനീര് പുറപ്പെടുവിക്കുന്നത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് രണ്ടാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ശ്ലോകം? ഏവം ഭൂത മനോജ്ഞദാനവ സുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിമതയതേ രോമാഞ്ച അത്യംഗം. നിങ്ങൾക്ക് ഓർമ്മ? ഞാൻ വേഗത്തിൽ വായിച്ചു പോയി, നമ്മൾ പഠിപ്പിച്ചതാണത് പറഞ്ഞു പോയത്. അത്യംഗം വ്യാസിഞ്ചത്യവശീത ബാഷ്മ വിസരൈരാനന്ദ മൂർച്ഛേദ്ഭവേ എന്ന് 2ാം ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്: ഭഗവാന്റെ മനോഹരമായ രൂപം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞാൽ അമൃത പ്രവാഹമുണ്ടാക്കുന്ന പരമാനന്ദ സ്വരൂപരൂപം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞാൽ പിന്നെ രോമാഞ്ചമുണ്ടായി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒലിക്കും. അതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം. അപ്പോൾ ഓർക്കുക, നിങ്ങൾ അതല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിങ്ങനെ കൈകൂപ്പുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകും. എങ്ങനെ? വീട്ടിൽ കുറേ ദുഃഖമുണ്ട്, ആ ദുഃഖവുമായിട്ട് ചെന്നിട്ട് ദുഃഖം മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം വരുന്ന കണ്ണീരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കണ്ണീരല്ല, അത് കള്ളക്കണ്ണീരാണ്. അത് കാര്യസാധ്യത്തിന് ഭഗവാന്റെ അടുത്ത് വന്ന് കരയുകയാണ്, കരഞ്ഞും പിഴിഞ്ഞും കാണിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അതല്ല, ഗുരുവായൂർ അമ്പലത്തിൽ അതിനകത്തേക്ക് പ്രവേശിക്കുമ്പം ഒരു നീണ്ട ഇതുണ്ടല്ലോ, അതിലൂടെ നടന്നല്ലേ നമ്മൾ അടുത്തെത്തുന്നത്. ആ സമയത്തിനുള്ളിൽ ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണുമ്പോഴേക്കും മനസ്സ് നിറഞ്ഞങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ശരീരത്ത് രോമാഞ്ചമുണ്ടായി കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ആനന്ദ കണ്ണീര് വരും. ആനന്ദ കണ്ണീര് അങ്ങനെ വരുമോ നിങ്ങൾക്ക്? അങ്ങനെ വരുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ വരുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം എനിക്കും ഗുരുവായൂരപ്പൻ തരണേ, ഇത് കേൾക്കുന്നവർക്കും ഗുരുവായൂരപ്പൻ നൽകണേ. അപ്പോൾ ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് കടക്കാം. യഥാ വിസ്മര്യാസം ദുരുപശമ പീഠ പരിഭവാൻ
യഥാ ഇപ്രകാരം വിസ്മര്യാസം മറക്കണമേ ഭഗവാനെ, ദുരുപശമ അടക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത, പീഠാപരിഭവാൻ രോഗപീഠകള്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഭഗവാന്റെ മോഹനമായ രൂപം, ഈ വരിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭഗവാനെ, അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എൻ്റെ രോഗപീഠകൾ അവസാനിക്കണമേ. അങ്ങനെ ഭഗവാന്റെ മോഹനമായ രൂപം ഉള്ളിൽ തെളിയുന്നതോടുകൂടി നമ്മൾ പറഞ്ഞു നമുക്ക് രോമാഞ്ചമുണ്ടാകും. ആ രോമാഞ്ചമുണ്ടായിട്ട് ആനന്ദ കണ്ണീരിങ്ങനെ പ്രവഹിക്കും. ആ ആനന്ദ മൂർച്ചയിൽ ഭഗവാനെ ശ്രീകൃഷ്ണ, എൻ്റെ എല്ലാ രോഗപീഠകളും ഇല്ലാതാക്കി അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനാക്കി തീർക്കണേ ഭഗവാനെ. ശരീരം നശിക്കേണ്ടതാണ്, അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നശിക്കേണ്ട ഒന്നാണ്. ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവണിയുന്ന ഒരു വസ്ത്രം മാത്രമാണ്. ഇപ്പം ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഇത് അഴുക്കാകുമ്പോൾ ഞാൻ എടുത്ത് ദൂരെ കളയും, എന്നിട്ട് വേറൊരു വസ്ത്രം ധരിക്കും. എനിക്ക് കുഴപ്പമില്ല, വസ്ത്രങ്ങൾ മാറി വരും. അതുപോലെ ഭഗവാനെ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവണിയുന്ന ഒരു വസ്ത്രം മാത്രമാണ്. പക്ഷേ ഈ വസ്ത്രം ഉപേക്ഷിക്കാൻ സമയമാകുന്നതിന് മുമ്പ് അതിന് കേടുപാടുകൾ വന്നു ഭഗവാനെ. അവിടെയും ഇവിടെയുമൊക്കെ പിഞ്ചിപ്പോയി. അങ്ങനെ കേടുപാടുകൾ വന്ന വസ്ത്രമണിഞ്ഞ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ഭഗവാനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇവിടെ വസ്ത്രം എന്ന് പറയുന്നത് ശരീരം, കേടുപാടുകൾ എന്ന് പറഞ്ഞാൽ രോഗപീഠകള്. ഭഗവാനെ, ആത്മാവണിഞ്ഞിരിക്കുന്ന ശരീരമെന്ന വസ്ത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ കേടുപാടുകൾ തീർക്കാൻ അങ്ങേക്കു മാത്രമേ സാധിക്കൂ, മറ്റാർക്കും സാധിക്കില്ല. അതിൻ്റെ എളുപ്പ വഴിയാണ് ഭഗവാന്റെ രൂപം ഉള്ളിൽ വരിക. അപ്പം നമ്മുടെ മനസ്സിൽ ആനന്ദ കണ്ണീര് പ്രവഹിക്കും. ആ രൂപം ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാകുന്ന വസ്ത്രം രോഗങ്ങളൊന്നും, അതിൽ ശരീരമാകുന്ന വസ്ത്രം യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഇരിക്കും. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ആത്മാവ് രണ്ട് തരത്തിലാണ് ശരീരത്തിൽ നിന്ന് പോകുന്നത്. ഒന്ന്, നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് എങ്ങനെ പോകും? പച്ചമാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി വേർപെടുത്തുന്നത് പോലെയും, സുഹൃതം ചെയ്തവന് പഴുത്ത മാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി വേർപെടുത്തുന്നത് പോലെയും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പച്ച മാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി വേർപെടുത്താൻ എന്തൊരു പാടാണ്. ആ മാംസമൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കണം. ഇതുപോലെ നിങ്ങൾ നാട്ടുകാരെയും ഒക്കെ കുറ്റം പറഞ്ഞ്, അവരുടെയും ഇവരുടെയും കുറ്റങ്ങൾ പറഞ്ഞ് ഭഗവാനെ സ്മരിക്കാതെ മക്കളെ, ഭർത്താവെ, ഭാര്യയെ, ബന്ധുക്കളെ, കൂട്ടുകാരെ എന്നും പറഞ്ഞിരിക്കും. ഓരോരോ വേണ്ടാധീനവും ചെയ്യും. ഒടുവിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അമ്പലത്തിലും പോകും. ഒടുവിൽ മരണം അടുക്കുന്ന സമയത്തില്ല കർമ്മങ്ങൾ അവിടെ കിടക്കുകയാണ്, ദുഷ്കർമ്മങ്ങൾ. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോകും. അതാണ് ചിലർ മരണസമയമാകുമ്പോൾ വേദന കൊണ്ട് പുളയുന്നത്. മറിച്ച് ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മാങ്ങ, ആ പഴുത്ത മാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി പുറത്തെടുക്കാൻ എന്തൊരെളുപ്പമാണ്. പഴുത്ത മാങ്ങ എടുത്തിട്ട് ഒരു ഞെക്ക് കൊടുത്താൽ മതി, പുസ്കെന്നും പറഞ്ഞങ്ങ് ചാടിപ്പോകും. വളരെ എളുപ്പത്തിലാണ് അത് ചാടിപ്പോകുന്നത്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കരുണ വേണം. അപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗുരുവായൂർ ശ്രീലകം വാഴുന്ന കണ്ണ, ഈ ശരീരം നിരമ്പതിക്കുന്നത് വരെ രോഗപീഠകൾ കൊണ്ട്, ആദിവ്യാധികൾ കൊണ്ട് അലട്ടാതെ കാക്കണേ ഭഗവാനേ. ഈ ശരീരം ഭഗവാനെ വേദന കൂടാതെ ഉപേക്ഷിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനേ.
ആത്മാവിനെ വേർപെടുത്താൻ കാലൻ ശ്രമിക്കുമ്പോൾ ഭഗവാനെ ഈ ആത്മാവ് നിഷ്പ്രയാസം ശരീരത്തിൽ നിന്ന് വേർപെടണേ കൃഷ്ണ 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 ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഈ ശരീരം ഒരു വിഷമവുമില്ലാതെ ഉപേക്ഷിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. കാലൻ വന്ന് ആത്മാവിനെ മാറ്റുമ്പോൾ ശരീരത്തിൽ നിന്ന് വലിച്ചു പറിക്കുന്ന കണക്കാകരുതേ, വേദന ഉണ്ടാകരുതേ. ഒരു പഴുത്ത മാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി നിഷ്പ്രയാസം പുറത്തു വരുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്നും ഈ ജീർണിച്ച വസ്ത്രത്തിൽ നിന്നും ആത്മാവിനെ നിഷ്പ്രയാസം പുറത്തു കിടക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ ഭഗവാനെ. ശരീരം ജീർണിക്കുകയാണെന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ. കൃഷ്ണ 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 ഗുരുവായൂരപ്പ ഈ ജീർണിക്കുന്ന ശരീരത്തിന് ആദിവാദികൾ ഉണ്ടാകാതെ കാക്കണേ എൻ്റെ ഗുരുവായൂരപ്പ. ഈ ജീർണിക്കുന്ന ശരീരം നിലംപതിക്കാറാകുമ്പോൾ ഭഗവാനെ അങ്ങയുടെ മനോഹര കളേവര രൂപം ഓർമ്മ വരണേ ഭഗവാനെ. ആത്മാവ് നിഷ്പ്രയാസം പുറത്തു വരണേ ഭഗവാനെ. ആത്മാവ് വൈകുണ്ഠം ലക്ഷ്യമാക്കി കുതിക്കണേ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ രാധാവല്ലഭ എൻ്റെ രാധാവല്ലഭ എൻ്റെ രാധാവല്ലഭ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.